11 ദിവസങ്ങളായി അതിർത്തിയിൽ പാക് പ്രകോപനം ഉണ്ടാകുന്നുണ്ട്. അതായത് വൈകാരികമായി നിങ്ങൾ തിരിച്ചടിക്കൂ എന്ന് പറയാതെ പറയുന്നുണ്ട് പാകിസ്ഥാൻ. പക്ഷേ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു, കിഷൻ ഗംഗ ഡാം അടയ്ക്കുമെന്ന വാർത്തകൾ വരുന്നു. അങ്ങനെ സാമ്പത്തികമായും അവരുടെ അടിത്തറയിൽ തൊട്ടുനിൽക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടാക്കിയും തിരിച്ചടിക്കുകയാണ് ഭാരതം. അതായത് യുദ്ധപ്പേടിക്കപ്പുറം പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടാണ്, നയമാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്നത്, അല്ലേ? ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും, അതായത് ഓരോ രാജ്യത്തിനും അതിൻ്റേതായ ആർമിയുണ്ട്, സേനയുണ്ട്. പാകിസ്ഥാനിൽ ഒരു സേനയ്ക്കൊരു രാജ്യമുണ്ട്, അതാണ് വ്യത്യാസം. അതായത് ബാക്കി എല്ലാ രാജ്യങ്ങളിലും രാജ്യത്തിന് വേണ്ടി സേന നിലകൊള്ളുമ്പോൾ പാകിസ്ഥാനിൽ സേനയ്ക്ക് വേണ്ടി രാജ്യം നിലകൊള്ളുന്നു. ഇത് വലിയൊരു വ്യത്യാസമാണ്. അതുകൊണ്ട് നമ്മൾ നേരെ സേന അറ്റാക്ക് എവിടെ എന്ത് അറ്റാക്ക് ചെയ്താലും അത് ഫൈനലി വന്ന് നിൽക്കുന്നത് സേനയ്ക്ക്, പാകിസ്ഥാൻ സേനയ്ക്ക് നഷ്ടത്തിലാണ്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന പല വിധത്തിലുള്ള സ്റ്റെപ്സ്, നടപടികൾ, അതായത് ഡിപ്ലോമാറ്റിക് ആണെങ്കിലും എക്കണോമിക് ആണെങ്കിലും, ഇതെല്ലാം പതുക്കെ അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങി. ഫോർ എക്സാമ്പിൾ, ഇൻഡസ് വാട്ടർ ട്രീറ്റി അബേൻസ് ആക്കിയപ്പോൾ തൊട്ടേ അതിനെപ്പറ്റി വലിയ ഇഷ്യൂ ഉണ്ടായി. ഇന്നിപ്പോൾ ആരൊന്നും പറയുന്നില്ല. വെള്ളം അടച്ചു, വെള്ളം തുറന്നു, വെള്ളം അടച്ചു, പതുക്കെ അവിടെ അതിൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങി. ചോരപ്പുഴ ഒഴുക്കും എന്ന് പറഞ്ഞ ആൾ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഡിപ്ലോമാറ്റിക് സർക്കിൾ നോക്കുകയാണെങ്കിൽ അവിടെയും രാജ്യങ്ങളൊന്നും നമ്മൾക്ക് ഓപ്പൺലി മിലിറ്ററി സപ്പോർട്ട് പറഞ്ഞില്ലെങ്കിലും നമ്മളോട് റെസ്ട്രെയിൻറ്റ് കാണിക്കാൻ പറയുന്നെങ്കിലും ആരും, ചൈന ഒഴിച്ച് ആരും പാകിസ്ഥാന് ഓപ്പൺ സപ്പോർട്ട് വന്നിട്ടില്ല. ചൈനയും തുർക്കിയും ഒഴിച്ച് ബാക്കി എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. കാരണം ഒരു യുദ്ധം തുടങ്ങുവാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കണ്ടതാണ്, റഷ്യ യുദ്ധത്തിന് പോയപ്പോൾ എല്ലാവരും വിചാരിച്ചു കൂടിപ്പോയ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച. പക്ഷേ ഇത് വർഷം 3 ആകുന്നു, ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വലിയൊരു ഒരു ചോദ്യം. നമ്മൾ എടുക്കുന്ന ഏത് ചുവടും അതെവിടെ ചെന്ന് നിൽക്കണം എന്ന് നമ്മൾ ആലോചിക്കുകയും അതിനപ്പുറം പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള കരുതലുകൾ ചെയ്യുകയും അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ചെയ്യുകയും ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. പിന്നെ യുദ്ധമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അൺസർട്ടാനിറ്റീസ് ഉണ്ട്, അതിനെ കുറയ്ക്കണം. കാര്യം നമ്മൾക്കാണ് നഷ്ടം കൂടുതൽ. കാര്യം എക്കണോമിക്കായിട്ട് പാകിസ്ഥാന് വലിയ നഷ്ടമൊന്നും വരാനില്ല. ഓൾറെഡി കീറത്തുണിയിലും അവർക്ക് പൈസ കിട്ടുന്നതെല്ലാം അവിടുത്തെ പട്ടാളത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നവരാണ്. നേരത്തെ പ്രൊഫസർ ആൻ്റണി പറഞ്ഞു, പാകിസ്ഥാൻ 2 പാകിസ്ഥാനുണ്ട്, ഒരു മിലിറ്ററി പാകിസ്ഥാനും ഒരു പൊളിറ്റിക്കൽ പാകിസ്ഥാനും. എന്നാൽ ഒരു മൂന്നാമതൊരു പാകിസ്ഥാനുണ്ട്, അവിടുത്തെ പാവം പട്ടിണി ജനതകൾ. ആര് പറഞ്ഞാലും ആർക്ക് വേണ്ടിയും ചാവേറാകാൻ വേണ്ടിയും ചാകാൻ വേണ്ടിയും അല്ലാതെ വേറൊരു ഗത്യന്തരമില്ലാതെ വലയുന്ന ഒരു കൂട്ടമാണ് ഇന്ന് പാകിസ്ഥാനിലെ ജനത. ഇതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ എടുക്കുന്ന ഓരോ ചുവടും നഷ്ടം അല്ലെങ്കിൽ അനുഭവിക്കാൻ പോകുന്നത് അവിടുത്തെ ജനതയാണ്. ആ ജനതയാണ് പാകിസ്ഥാൻ ആർമിക്കെതിരെ തിരിയേണ്ടത്. അങ്ങനെ തിരിഞ്ഞാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന നടപടികൾക്ക് ദീർഘമായിട്ടുള്ള എന്തെങ്കിലും ഫലമുണ്ടാകൂ. യെസ്, അങ്ങയോട് ഒരു ചോദ്യം കൂടി, കാരണം അങ്ങക്ക് അല്പം നേരത്തെ പോകേണ്ടതുള്ളത് കൊണ്ട്. ചൈനയുടെ പിന്തുണ പാകിസ്ഥാൻ ഉണ്ടാകാം. മറുവശത്തൊരു രാജ്യത്തിൻ്റെ പേര് കൂടി അങ്ങ് പറഞ്ഞു, തുർക്കി. അതായത് ഈ ആയുധ മേഖല, പ്രതിരോധ മേഖലയിൽ തുർക്കിയും പാകിസ്ഥാനുമായി ശക്തമായ ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് കറാച്ചി തുറമുഖത്ത് ഒരു തുർക്കി കപ്പൽ വന്നിട്ടുണ്ട്. ആ വരവിൽ ദുരൂഹതയുണ്ടാകുമോ? തുർക്കിക്ക് ഇസ്ലാമിക് കൺട്രീസിൽ അതിനകത്ത് ഒരു സ്ഥാനം പിടിക്കണമെന്നുണ്ട്. സൗദി അറേബ്യയ്ക്ക് ഒരു സ്ഥാനമുണ്ട്, പക്ഷേ മിലിറ്ററി പവർ കൂടുതൽ തുർക്കിക്കാണ്. തുർക്കിക്ക് അങ്ങനെ ഒരു ഫോർവേഡ് റീച്ച് കാണിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. തുർക്കിയുടെ ഒരു കപ്പൽ പാകിസ്ഥാൻ പോർട്ടിൽ വന്നാൽ അതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതൊരു മറയാണ് പാകിസ്ഥാന് വേണ്ടി. ഇപ്പം ചൈനയുടെയും കപ്പൽ തീർച്ചയായിട്ടും അവിടെ കാണും. കാര്യം നമ്മളത് പബ്ലിക്കായിട്ട് അറിഞ്ഞിട്ടില്ല.
വന്നിട്ടില്ല. ബട്ട് എൻ്റെ അനുമാനം, എൻ്റെ ഊഹമാണ്, തീർച്ചയായും ചൈനയുടെയും കപ്പലുകൾ പാകിസ്ഥാൻ്റെ ഏതെങ്കിലുമൊക്കെ പോർട്ടിൽ കാണും. അത് നമ്മളുടെ നാവികസേനയ്ക്ക് വലിയൊരു പ്രതിസന്ധിയാണ്. കാര്യം ചൈനയുടെ അല്ലെങ്കിൽ തുർക്കിയുടെ കപ്പലിനെ നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഓപ്പൺ വാർ അവരുമായിട്ടാകാം. അതിനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഈ കണക്ക് കൂട്ടുന്നത്. നേവി ചീഫ് പ്രൈം മിനിസ്റ്ററെ കണ്ടു. തീർച്ചയായിട്ടും അവർക്കെല്ലാം അറിയാം ഏതൊക്കെ ഷിപ്പാണ്, ഏതൊക്കെ പോർട്ടിലാണ്, ഏതൊക്കെ ബർത്തിങ് ആണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ സൈന്യത്തിന് അറിയാം. തുർക്കിയും ചൈനയും പ്രത്യക്ഷമായി പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും മിലിറ്ററി സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടില്ല. നമ്മളോട് ആവശ്യപ്പെട്ടത് റെസ്ട്രെയിൻറ്റ് കാണിക്കണമെന്നാണ്. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ ഇത് നമ്മൾക്ക് ഒരു ചിന്തയ്ക്ക് വിഷയമാണ്. അതിനുള്ള നടപടികൾ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കാം. കാര്യം ഇതെല്ലാ പോർട്ടിലും എല്ലായിടത്തും ചൈനയുടെയും തുർക്കിയുടെയും കപ്പൽ കിടക്കണമെന്നില്ലല്ലോ. നേവൽ ബ്ലോക്കേഡിന് പ്രശ്നമില്ലല്ലോ. ഇതൊക്കെ കണക്കെടുക്കുന്നുണ്ടായിരിക്കാം. അത് ഒരു പുതിയൊരു അറിവാണ് നമ്മളുടെ ജനതയ്ക്ക്. പക്ഷേ ആർമിയോ അല്ലെങ്കിൽ നേവിയോ എയർഫോഴ്സോ ഇത് നേരത്തെ അറിയാം. അവരത് കണക്കിലെടുക്കുന്നുണ്ടാകാം. നമ്മളുടെ നടപടികൾ അതിനെയും കൂടി കണക്കെടുത്തായിരിക്കും നടക്കുന്നത്. യെസ്, വളരെയധികം നന്ദി. ആ തുർക്കി കപ്പലിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു ഭാഗത്ത് കണ്ടത്. ഇന്ന് കറാച്ചി തുറമുഖത്ത് തുർക്കി കപ്പൽ എത്തുന്നു. അവർ തമ്മിൽ പ്രതിരോധ രംഗത്ത് വലിയൊരു ഐക്യമുണ്ട് താനും. അതൊരു വലിയ ചോദ്യചിഹ്നമായി നിൽപ്പുണ്ട്. പക്ഷേ ഇതൊക്കെ കണക്ക് കൂട്ടി മറുപടി നൽകാനാകുമല്ലോ നമ്മുടെ സൈന്യവും നമ്മുടെ സർക്കാരുമൊക്കെ ശ്രമിക്കുന്നത്. വളരെയധികം നന്ദി മേജർ ജനറൽ ജേക്കബ് തരകൻ ചർച്ചയിൽ പങ്കുചേർന്നതിന്. കേണൽ എസ് ഡിന്നി, അതായത് പാകിസ്ഥാൻ്റെ ആഭ്യന്തര വശത്തേക്ക് കൂടി നമ്മൾ പോകേണ്ടതുണ്ടല്ലോ. നമ്മൾ പറഞ്ഞു വന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചാൽ, ഡാമുകൾ അടച്ചാൽ അവരേത് തലം വരെ പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, വീർപ്പ് മുട്ടും ശ്വാസം മുട്ടും എന്ന് ശ്രീ മേജർ രവി നേരത്തെ പറയുകയും ചെയ്തു. നോക്കൂ, സാമ്പത്തികമായി വല്ലാതെ ഉലച്ചിൽ നേരിടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഒരുപക്ഷെ ചൈന എന്ന ഒറ്റ സങ്കല്പത്തിലാകും ആ ഭരണകൂടവും സൈനികരുമൊക്കെ പ്രതീക്ഷ അർപ്പിക്കുന്നത് എന്നത് നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യവുമാണ്. ഒരു തിരിച്ചടി താങ്ങാനുള്ള ഭദ്രത, അത് സൈനികമായെന്നല്ല, എല്ലാ അർത്ഥത്തിലും പാകിസ്ഥാനുണ്ടോ? നോക്കൂ ശ്രീ കൃഷ്ണരാജ്, ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് മൂഡീസ് എന്ന് പറഞ്ഞിട്ട് US-ന്റെ ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഉണ്ട്. അവരുടെ ഒരു റേറ്റിംഗ് അനുസരിച്ചാണ് ഓരോ രാജ്യത്തിൽ എത്ര ഇൻവെസ്റ്റ്മെന്റ് വരണം, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സാമ്പത്തിക നില എത്രമാത്രം ഭദ്രമാണ് എന്നൊക്കെ ഉള്ള ഒരു റേറ്റിംഗ് ആണ് ഈ മൂഡീസ് റേറ്റിംഗ്. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. അവർ ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ഈ ടെൻഷൻ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ, അവർ യുദ്ധമൊന്നും പറഞ്ഞിട്ടില്ല, അവർ പറയാണ് ഈ ടെൻഷൻ ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചോളം വലിയ സാമ്പത്തിക തിരിച്ചടി നേടേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞത്. ഭാരതത്തെ സംബന്ധിച്ചോളം അത് ഒരു മാറ്റവും, അല്ലെങ്കിൽ ഭാരതത്തിന്റെ വളർച്ചയിൽ ഒരു രീതിയിലുള്ള മാറ്റവും അത് വരാൻ പോകുന്നില്ല. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവരുടെ സാമ്പത്തിക നിലയിൽ വലിയ ഒരു പ്രശ്നം വരും എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അവർക്ക് തിരിച്ചടയ്ക്കേണ്ടുള്ള കടം അത് അടയ്ക്കാതെ വരാനുള്ള സാധ്യതയുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് കുറയാൻ ഇനിയും സാധ്യതയുണ്ട്. ഒരു രീതിയിൽ ഈ ലോണൊക്കെ എടുത്ത് ഒരുവിധം ഒന്ന് ഗ്രോത്തിൽ വന്നില്ലെങ്കിൽ തന്നെയും അവർ വളരെ ദയനീയ അവസ്ഥയിൽ കടന്നിരുന്നതിൽ നിന്ന് കുറച്ച് ഒന്ന് തലപൊക്കാൻ സമയത്താണ് ഈ ഒരു പഹൽഗാം അവർ ചെയ്യുന്നത്. ഒരു സമയത്ത് 38% വരെ പാകിസ്ഥാനിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു നമുക്കറിയാം. അതിൽ നിന്നൊക്കെ കുറച്ച് ഒന്ന് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇപ്പൊ പഹൽഗാം ചെയ്യുന്നത്. അതിലൂടെ ഈ ടെൻഷൻ കാരണം അവർക്ക് വീണ്ടും അതേ രീതിയിലേക്ക് തിരിച്ചു പോകുന്നു. മൂഡീസ് ഇന്റർനാഷണൽ റേറ്റിംഗ് ആണ് പറയുന്നത്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം ഈ വെള്ളത്തിന്റെ ഒരു പ്രശ്നം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പൊ നമ്മൾ എല്ലാ ഡാമും ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ തന്നെ ചെയ്യാൻ തന്നെ അവർക്ക് വലിയ ഒരു പ്രശ്നം വരും. കാരണം ഇപ്പൊ തന്നെ നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ ഇപ്പം ഡാമിന്റെ വാട്ടർ അടച്ചു. ഇപ്പൊ നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തുറന്നു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പറയാതെ ഇൻഫർമേഷൻ കൊടുക്കാത്ത രീതിയിൽ ഈ വെള്ളം തുറന്നു വിടുകയോ അല്ലെങ്കിൽ വെള്ളം അടക്കി വെച്ചത് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള 80% ഈ വെള്ളത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന കർഷകരെ സംബന്ധിച്ചോളം വലിയൊരു തിരിച്ചടി വരും. അവർ ആരുടെ ആ ഒരു ഈ ദേഷ്യം പ്രകടിപ്പിക്കുക? അവരുടെ ഗവൺമെന്റിന്റെ അടുത്താണ്. നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കണ്ടായിരുന്നു സിന്ധ് പ്രൊവിൻസിൽ ഈ വെള്ളത്തിനെ ചൊല്ലി ഭയങ്കര തർക്കവും പ്രശ്നങ്ങളും നടക്കുന്നത്. സിന്ധും പഞ്ചാബും അവിടുത്തെ പഞ്ചാബും തമ്മിൽ ഓൾറെഡി പ്രശ്നമുണ്ട് വെള്ളത്തിനെ സംബന്ധിച്ചുള്ള. പഞ്ചാബ് അവരുടെ ഏരിയയിൽ
ഡാം പണിയുന്നുണ്ട്, അതിനെ എതിർക്കുകയാണ് സിന്ധ്. അപ്പൊ ഈ വെള്ളവും കൂടെ വരാതിരിക്കുമ്പോൾ ഒന്നാലോചിച്ച് നോക്കുക അവിടെ എന്തൊക്കെ പ്രശ്നമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ആഭ്യന്തരമായിട്ട് ധാരാളം ഇഷ്യൂസ് ഉണ്ട്, അതൊരു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അതിന്റെ കൂടാണ് ഈ ഇന്റർണൽ സെക്യൂരിറ്റി ഇഷ്യൂ. ഇന്ന് ഒരു ആവറേജ് പറയുന്നത് എല്ലാ ദിവസവും ഒരു 7 പാകിസ്ഥാനികൾ അവിടുത്തെ ഭീകരവാദികളുടെ ഇരയാവുന്നു എന്നാണ് പറയുന്നത്. അതായത് അവിടുത്തെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ, ബലൂചിസ്ഥാന്റെ ഫൈറ്റേഴ്സ്, പിന്നെ സിന്ധിന്റെ ഫൈറ്റേഴ്സ്, അങ്ങനെ ധാരാളം ആളുകൾ, പഷ്തൂണിന്റെ ഫൈറ്റേഴ്സ്, അവരെല്ലാവരുമായിട്ട് ഉള്ള പ്രശ്നങ്ങളിൽ നേരിടുന്ന ഒരു രാജ്യമാണ്. ഇന്ന് ഞാനൊരു ട്വിറ്ററിൽ കണ്ട ഒരു വീഡിയോ, അതായത് പഷ്തൂണിലെ ഒരു മൗലവി സാബ്, ആ മൗലവി സാബ് പറയാണ്, ഈ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്, അവര് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ എത്രമാത്രമാണ് എന്ന് പറഞ്ഞ അത് വലിയൊരു സഭയെ അദ്ദേഹം അഡ്രസ് ചെയ്യാണ്. നമ്മൾ എന്തിനാണ് പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മള് മരണങ്ങൾക്ക് കാരണക്കാരായ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കും. അതിന്റെ പേരിൽ എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാലും ശരി, ഞാൻ അവിടെയും പറയും എന്റെ ഇമാൻ പഠിപ്പിച്ചത് എന്റെ ആളുകൾക്ക് വേണ്ടി നിൽക്കാനാണ്. അതുകൊണ്ട് അവരും പോലും ഇത് അഗെയിൻസ്റ്റ് ആയിട്ട് പറയാം. നോക്കൂ എത്രമാത്രം മാറ്റമാണ്. പഷ്തൂൺ പോലത്തെ ഒരു പവർഫുൾ ട്രൈബ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ യുദ്ധം ചെയ്യാതെ തന്നെ മാത്രമല്ല, യുദ്ധം വന്നാൽ തന്നെ പാകിസ്ഥാന് ആയുധശേഷി കുറവുണ്ട് എന്ന് ഒരു വാർത്തയും വരുന്നുണ്ട്. വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ, ചെറുത്തു നിൽക്കാനെങ്കിലും ആകൂ എന്ന വാർത്തകളും വരുന്നുണ്ട്. സിമ്പിൾ ലോജിക്കാണ് ശ്രീകൃഷ്ണരാജ്. നോക്കൂ, ഒരു ടാങ്ക് പ്രവർത്തിക്കണമെങ്കിൽ അതിനകത്ത് ഡീസൽ വേണം. ആ ഡീസൽ വേണമെങ്കിൽ പൈസ വേണം. പൈസ ഇല്ലാതെ ഡീസൽ കിട്ടത്തില്ല, ഡീസൽ ഇല്ലാതെ ടാങ്ക് ഓടത്തില്ല. ടാങ്ക് ഓടുന്നെങ്കിൽ ചിലപ്പോൾ 3-4 ദിവസം ഓടും. ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ഒരു പ്ലെയിൻ ഓടുന്നെങ്കിലും അതിന് ഫ്യൂല് വേണം, ആ ഫ്യൂലിന് പൈസ വേണം. അപ്പൊ അവരിൽ എവിടെയാണ് പൈസ? ഈ പൈസ ഇല്ലാതെ ലോകം മൊത്തം നടന്ന് ബെഗ് ചെയ്ത് യാചന ചെയ്ത് ഓരോരുത്തരും പൈസ വാങ്ങിച്ചു വന്നിട്ട് സൗദിയിൽ നിന്നും അവിടുന്ന് ചൈനയിൽ നിന്നൊക്കെ വാങ്ങിച്ചു വന്നിട്ട് അവർക്ക് കഴിക്കാനുള്ള പൈസ ഇല്ല. അപ്പോഴാണ് ഈ ബോംബും ബുള്ളറ്റിനും അതിനും ചെയ്യാനുള്ള രീതിയിൽ നിൽക്കുക കഴിഞ്ഞാൽ അവിടെ ആഭ്യന്തര പ്രശ്നം ഷുവറാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഇന്ന് നമ്മൾ എത്രയൊക്കെ പുറത്തുനിന്ന് നോക്കി പാകിസ്ഥാൻ ഒരു യുണൈറ്റഡ് കൺട്രി ആണെന്നൊരു പ്രതീതി തരുന്നുണ്ടെങ്കിലും അത് അങ്ങനെ അല്ല എന്ന് എല്ലാ റിപ്പോർട്ടും തരുന്നുണ്ട്. ഈവൻ പാകിസ്ഥാൻ സൈന്യം അവരുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് അതുപോലും ഒരു യൂണിറ്റി ഇല്ലാത്തൊരു സ്റ്റേറ്റിലാണ്. കാരണം പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ ജനറൽ അസീം മുനീർ ചെയ്ത കാര്യത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് ധാരാളം ആളുകൾ സംസാരിച്ചിരുന്നു. പാകിസ്ഥാനിലെ ഇമ്രാൻ ഖാന്റെ അനുകൂലികളായിട്ടുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉള്ളിൽ ആളുകൾ ഈ നടപടി ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. ഈ ജനറലിന്റെ തൊട്ട് മുമ്പുള്ള ജനറൽ ബാജ്വ ഭാരതവുമായിട്ട് നല്ല റിലേഷൻ വേണം, കാരണം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ ദയനീയ അവസ്ഥയായിരിക്കുമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ജിയോ എക്കണോമിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു എതിർപ്പ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചോളം എല്ലാ സ്ഥലത്തും കൂടെ ഒരു വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അവർക്ക് ഒരു കാരണവശാലും ഒരു യുദ്ധവും എഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ആ യുദ്ധം നമ്മൾ തുടങ്ങാതെ തന്നെ അവർക്ക് തിരിച്ചടി നിരന്തരമായിട്ട് എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.